ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു. വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങും. 3 നേതാക്കൾ നിരാഹാരമിരിക്കും. AK സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. സമരം വളരെ കടുപ്പിക്കുകയാണ്. ഈ 37-ാം ദിവസമാണ് ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 37ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ വലിയ ഉപരോധവും മറ്റും ഉണ്ടായിരുന്നു, സംഘടിപ്പിച്ചിരുന്നു. ഇനി 3 പേരാണ് നിരാഹാരം കിടക്കുന്നതെന്ന് അറിയുന്നു. ആരൊക്കെയാണ് ഈ നിരാഹാരം കിടക്കുന്ന 3 നേതാക്കൾ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെഫിൻ? മൂത്തി, വലിയ തരത്തിലുള്ള സമര രീതികളിലേക്ക് ആശാപ്രവർത്തകർ മാറുകയാണ്. കാരണം ഇതുവരെ കണ്ടത് ഒരു പ്രതിഷേധ സൂചകമായ സമരമാണ്. ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നു. ഏതാണ്ട് 7-8 മണിക്കൂർ MG റോഡ് സ്തംഭിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിരാഹാര സമരത്തിലേക്ക് തന്നെ കൂടുതൽ കടുപ്പിച്ച് സർക്കാരിനോട് ഈ കാര്യങ്ങൾ അറിയിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഇന്നലെ ഉപരോധ സമരമൊക്കെ കഴിഞ്ഞ ആളുകൾ കൂടുതൽ മടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ചൊക്കെ നേരം കൂടെ കഴിയുമ്പോൾ കൂടുതൽ ആശാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും. ഇപ്പോഴും എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഏതായാലും നിരാഹാര സമരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ? ആരൊക്കെയാണ് നിരാഹാരം കിടക്കുന്നത്? ഇന്ന് നിരാഹാരം തുടങ്ങുന്നില്ല. 20-ാം തീയതിയേ ഉള്ളൂ. നിരാഹാരം ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ 19-ാം തീയതിയോടുകൂടി ആണ് അതിൻ്റെ ഒരു തീരുമാനമാകുന്നത്. കുറേയധികം ആളുകൾ, ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ബാച്ചുകളായിട്ടാണ് നിരാഹാരം കിടക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മളുടെ രാപ്പകൽ സമരം തുടരുക എന്നുള്ളതാണ് ഇന്ന്. ഇതിപ്പോൾ രാവിലെ എല്ലാവരും റെഡിയാവാൻ പോയിരിക്കുകയാണ് ഇവിടെ കിടന്ന ആളുകൾ. ഇനി പുതിയ ആളുകളും ഇന്ന് വരും. അപ്പോൾ ഇന്നലെ വലിയൊരു പരിപാടിയായിരുന്നുകൊണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഒരു മുഴുവൻ സമയവും ഈ റോഡിൽ കിടന്ന് പല ആളുകളും ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടിരിക്കും. 8 പേര് കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീഴാത്തവരും വളരെ ടയേർഡാണ്. ഇന്നലെ നല്ലവണ്ണം ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവശരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി വൈകിയൊക്കെ എല്ലാവരും വരുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ കൂടുതൽ ശക്തമായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും അവർ പറയുന്നത് കൃത്യമാണ്. ശക്തമായ സമരത്തിലൂടെ മുന്നോട്ട് പോകും. സർക്കാർ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. പ്രത്യേകിച്ചും 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, 7,000 എന്ന ഓണറേറിയം 21,000 ആക്കുക. ഒപ്പം തന്നെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ 2 കാര്യങ്ങൾ. അതായത് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക എന്നീ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരമിരിക്കുന്നത്. പക്ഷേ സർക്കാർ അവരുടെ ഓണറേറിയം പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ അതെല്ലാം ഇന്നലെ പിൻവലിച്ചു. അത് ഇവരുടെ സമരത്തിൻ്റെ വിജയമായിട്ടും കണക്കാക്കും. ശരി സ്റ്റെഫിൻ.